എന്നാലും അച്ഛനും അമ്മയ്ക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ലാതായി പോയല്ലോ. അവരും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് പറയും? ഇനിയിപ്പോൾ അവരൊക്കെ ചോദിക്കില്ലേ എന്റെ ബർത്ത്ഡേ എങ്ങനെയൊക്കെയാണ് സെലിബ്രേഷൻ ചെയ്തതെന്ന്? സാരമില്ല, അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്റെ ബർത്ത്ഡേ ആരും ആഘോഷിക്കാത്തത്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. എന്നിട്ട് ആ ചേച്ചി പോലും എന്നെ സഹായിച്ചില്ലല്ലോ. എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ എന്റെ കുടുക്കയിൽ കൊണ്ടുപോയിടണം. എന്നിട്ട് വേണം അടുത്ത പ്രാവശ്യം എന്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കാൻ. ഹോ, കരഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട്. കുറച്ച് കിടന്നുറങ്ങാം. ഇജ്ജെന്താ നോക്കി നിൽക്കുന്നുണ്ട് ദിവളെ? നന്നായിട്ട് ബലിച്ചങ്ങോട്ട് കെട്ട്. എടാ ഉസു, നീ കുറെ സമയമായി കേട്ടോ അതങ്ങോട്ട് കേട്ട് ഇതിങ്ങോട്ട് കേട്ട് എന്നൊക്കെ പറയണത്. അവിടെ നിന്ന് കൽപ്പിക്കുകയല്ലാണ്ട് നിനക്കെന്ത് ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടിയാൽ? എടി മങ്കി മോളെ, ഇനിയും ഞാൻ ഇഞ്ചമ്മളെ ഉസൂന്ന് വിളിച്ചാൽ ഈ ബലൂൺ എടുത്ത് എന്റെ ചെവിയിൽ വെച്ച് നമ്മൾ പൊട്ടിക്കും കേട്ടോ. ആഹാ, അത്രയ്ക്ക് ധൈര്യമോ? ഇങ്ങോട്ട് വാടാ. എങ്കിലും ഇങ്ങോട്ട് വാ. വന്ന് നീ ഒന്ന് പൊട്ടിച്ചു നോക്ക്. ഹാ, ഞമ്മക്കാരെയും പേടിയൊന്നുമില്ല. വേണമെങ്കിലേ എന്റെ തലയിൽ വെച്ച് നമ്മൾ പൊട്ടിക്കും. ആ, പൊട്ടിക്കാൻ നീ ഒന്ന് വന്ന് നോക്കിയാ മതി. അപ്പം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഷോ, ഒന്ന് നീട്ടുന്നുണ്ടോ നിങ്ങളുടെ വഴക്ക്? ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാലേ കുഞ്ഞാവ് ഇതൊക്കെ കേൾക്കും. അവൾ അറിയാതെ നമ്മൾ അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കുകയല്ലേ. അവൾ അറിയാതെ ഇതൊക്കെ ഒപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയുകയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അവരുടെ ഒരു വഴക്ക്. ദാ, ഈ ഉസ്മാനൊക്കെ തുടങ്ങിയിട്ടത്. ഞാനൊന്നുമല്ല, നീയല്ലേ തുടങ്ങിയിട്ടത്. ആരെങ്കിലും തുടങ്ങട്ടെ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. അച്ഛനമ്മ എന്റെ കേക്ക് വാങ്ങിക്കാൻ പോയിട്ട് അവരിപ്പോ ഇങ്ങെത്തും. അതിന്റെ മുന്നേ ഡെക്കറേഷൻ പണികളൊക്കെ കഴിക്കണം. അതൊക്കെ പോട്ടെ, അവളെവിടെ കുഞ്ഞാവാ? അവളുടെ അവസ്ഥയൊന്നും പറയാത്തതാ നല്ലത്. അവളെ ഇന്നലെ കുറെ കരഞ്ഞു, എന്റെ ബർത്ത്ഡേ ആരെങ്കിലും ഒന്ന് ആഘോഷിക്കേ, എന്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനും അമ്മയും അതിന് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു അവളുടെ ബർത്ത്ഡേ പൊളിയായിട്ട് ആഘോഷിക്കണമെന്ന്. ആ മണ്ടിക്ക് അതൊന്നും അറിയത്തില്ല. അവളെ അമ്മയോട് പോയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോ അമ്മ അവളെ കുറെ ചീത്ത പറഞ്ഞു. എന്നോടും വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളെ കുറെ കളിയാക്കി. അച്ഛനോട് പോയി പറഞ്ഞു. അപ്പൊ അച്ഛനും മൈൻഡ് ചെയ്തില്ല. അയ്യോ പാവം. ഇതൊക്കെ അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ചെറിയൊരു പ്ലാനാണ്. ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കണമെന്ന്. അതെന്തായാലും പൊളിച്ചു. നമ്മളെ ബർത്ത്ഡേ ഇങ്ങനെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ആഘോഷിക്കാറ്. എന്തോരം കേക്കുകളും ഗിഫ്റ്റുകളൊക്കെയാണെന്നോ ഞമ്മക്ക് കിട്ടാറ്. അതെപ്പോഴാണ് നിന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചത്? ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അത് പിന്നെ അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അറിയാതെയാണ് ഞാൻ ആഘോഷിച്ചത്. ആഹാ, അങ്ങനെ ഞങ്ങൾ അറിയാതെ ഒരു പരിപാടി നിന്റെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടില്ല. ഉണ്ട്, എന്റെ വീട്ടിലത്തെ കാര്യം നിങ്ങൾക്കാണോ അറിയുന്നത്? ഏടാ പുളുവടി ഉസ്മാനെ, നിന്റെ പുളുവടിയാണെന്നേ ഞങ്ങൾക്ക് മനസ്സിലായി. അവന്റെ ഒരു ബർത്ത്ഡേ ആഘോഷം. പിങ്കി മോളെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്നെ എങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാലേ പിന്നെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ വരില്ല. ആ, നീ വരണ്ടടാ, നീ വരണ്ട. നീ വരാത്തതാ നന്നത്. നിന്റെ കേക്കും കൂടെ എനിക്ക് കഴിക്കാലോ. അമ്പട പുളിസോ, അവിടെ നിൽക്കട്ടെ നിന്റെ ഐഡിയ. എന്നെ എവിടുന്ന് പറഞ്ഞയച്ചിട്ട് വേണം എന്റെ കേക്കിന്റെ കഷ്ണം കൂടെ നിനക്ക് കഴിക്കാനല്ലേ? തരില്ല ഞാൻ. ഞാൻ എവിടെയും പോകണമില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. എന്നോട് സുമ ആന്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ബർത്ത്ഡേ ഗംഭീരമായിട്ട് പൊളിച്ച് ആഘോഷിക്കണമെന്ന്. അല്ലടി, അവൾ എവിടെ എന്നിട്ട് കുഞ്ഞാവാ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവളെ കരഞ്ഞുകൊണ്ട് അവിടെ കിടന്നുറങ്ങുന്നു. ഞങ്ങളോട് ആരോടും അവളെ മിണ്ടുന്നില്ല. ഞങ്ങളാരും പോയിട്ട് അവളോട് അങ്ങോട്ടും മിണ്ടിയില്ല. ഇതിന്റെയൊക്കെ ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞിട്ട് ഇതിലും വലിയൊരു സർപ്രൈസ് ഉണ്ട് അവൾക്ക് ആ റൂമിൽ വെച്ചിട്ട്. അതെന്ത് സർപ്രൈസ് ആടി? അതോ അവളുടെ ഫേവറേറ്റ് കളറല്ലേ, പിങ്ക് കളർ. ഞങ്ങളെ അവളുടെ ബെഡ്റൂം മൊത്തം പിങ്ക് കളർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് സ്ട്രോബെറി കേക്കുമാണ് വാങ്ങുന്നത്. ആണോ? അതൊക്കെ കണ്ടാൽ അവൾക്ക് സന്തോഷമാകും. അതെ അതെ. അതൊക്കെ പോട്ടെ, ഈ ബലൂൺ എവിടെയാണ് വെക്കുന്നത്? അത് നമുക്ക് അവളുടെ റൂമിൽ വെക്കാം. വാ, എങ്കിൽ നമുക്ക് ആ റൂമൊന്ന് ചെന്ന് നോക്കാം. മക്കളെ, നിങ്ങൾ എവിടെയുള്ളത്? അതാ അമ്മയും അച്ഛനും വന്നെന്ന് തോന്നുന്നു. നിങ്ങൾ വന്നോ അമ്മ? ഐ, കേക്ക് പൊളിയായിട്ടുണ്ടല്ലോ. അതെടാ കൊതിയ, ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിച്ചതാ. അതെന്തോന്നാ സുമ ആന്റി അതുമല്ല എഴുതിയത്? മണ്ട, അതെന്തോന്നാണെന്ന് എന്ത് ചോദിക്കാനാ? അത് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവ എന്നാണ് എഴുതിയത്. ഹോ, ഇങ്ങനെയൊരു മണ്ടൻ. അല്ല മോളെ, അവൾ എവിടെ കുഞ്ഞാവ? അവൾ അവിടെ സോഫയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടച്ചാ. ശരി, എങ്കിൽ വേഗം വാ, നമുക്കിത് അവളുടെ റൂമിൽ കൊണ്ടുപോയി വെക്കാം. ഹോ, കേക്ക് കണ്ടിട്ടേ നമ്മുടെ വായിന്ന് വെള്ളം പൊട്ടുന്നുണ്ട്. എടാ കൊതിയ, മിണ്ടാതെ അങ്ങോട്ട് നടക്ക്. അതിപ്പോ മുറിക്കത്തില്ലേ, അപ്പൊ കഴിക്കാം നിനക്ക്. ഹൈ, എന്ത് ഭംഗിയിലാ ഈ റൂം ഡെക്കറേറ്റ് ചെയ്തത്. എടി സുമേ, നോക്കി നിൽക്കാതെ നീ ആ കേക്ക് അവിടെ വെക്ക്. ശരി സുമേഷ് ചേട്ടാ. പിങ്കി മോളെ, ആ ബലൂൺ ആ സൈഡിൽ വെച്ചോ. ഓക്കെ, ഇങ്ങനെ വെച്ചാ മതിയോ കുഞ്ഞാറ്റെ? ആ
മതിയടി, സൂപ്പർ ആയിട്ടുണ്ട്. അല്ലടി, കേക്ക് കട്ട് ചെയ്യാൻ കുഞ്ഞാവെ വിളിക്കണ്ടേ? അതെ അതെ, വേഗം പോയി വിളിക്കവളെ. എന്നിട്ട് വേണം ഞമ്മക്ക് ഒരു പീസ് കേക്ക് കഴിക്കാൻ. ഓ, ഇങ്ങനെയും ഒരു കേക്ക് കൊതിയൻ. അതല്ലേലും അവനെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കേക്ക് കണ്ടാലേ ഒരു പീസ് എനിക്കും കഴിക്കണം. ഓ, എന്റെ സുമേഷ് ചേട്ടാ, നിങ്ങൾ പിള്ളേരെ കളപ്രമായോ? അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് എന്റെ സുമേ. നീ പോയിട്ട് കുഞ്ഞാവെ വിളിച്ചിട്ട് വാ. വേണ്ടച്ചാ, കുഞ്ഞാവേ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഹാ, അതാ നല്ലത്. എങ്കിൽ വേഗം ചെല്ല്, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ശരി അമ്മ. കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, നീ ഇതെന്ത് ഉറക്കാടി ഉറങ്ങണത്? എടി നിന്നെ അത് അമ്മ വിളിക്കണോ? എന്നെയോ? എന്തിനി? അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് നിന്നോട് ആ റൂമിൽ തുണിയൊക്കെ ഒതുക്കി വെക്കാൻ പറഞ്ഞു. നിന്നെ ഉണ്ട് റൂമിൽ നിന്ന് അമ്മ വിളിക്കണോ? എനിക്കൊന്നും വയ്യ പോകാൻ. അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ ആകെ ടെൻഷനിലാണ് ഉള്ളത്. അപ്പോഴാണ് ഒരു പണി. ആ, അത് നീ അമ്മയോട് തന്നെ ചെന്ന് പറ. അല്ലെങ്കിലും എപ്പം എനിക്ക് മാത്രം എന്താ പണി? അതൊക്കെ നിനക്ക് ചെയ്താൽ പോരെ? ഹാ, എന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നിന്റെ പണിയാ ബാക്കിയുള്ളത്. നിന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു. ഷോ, ഇതെന്തൊരു ശല്യമാ? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ അതൊക്കെ നീ അമ്മയോട് ചെന്ന് പറ. അമ്മേതാ നിന്നെ റൂമിൽ നിന്ന് കാത്തു നിൽക്കുന്നു. നീ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിലേ നല്ല തല്ലുകൊള്ളലായിരിക്കും. എന്ത് കഷ്ടമായത്! ഈ അമ്മയും കൊണ്ട് ഞാൻ തോറ്റു. പാവം, അവൾ അറിയില്ലല്ലോ അവൾക്ക് വേണ്ടി വെച്ച സർപ്രൈസ് പാർട്ടി. എന്തായാലും ചെന്ന് നോക്കാം. അല്ലെങ്കിൽ മമ്മിക്ക് എന്നോടൊരു സ്നേഹവുമില്ല. എപ്പം നോക്കിയാലും എനിക്ക് എന്തെങ്കിലും വർക്ക് തന്നോണ്ടേയിരിക്കും. ഇതെന്താ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്? ബലൂണുകളോ? ഇതൊക്കെ എവിടുന്ന് വന്നു? ഇങ്ങനെയൊക്കെ ഇവിടെ ആരാ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഉറങ്ങിയ സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതെന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതായിരിക്കുമോ? ഹേയ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇതൊക്കെ എന്താണ്? നീ എന്താ കുഞ്ഞാതെ ഇവിടെ വായി പൊളിച്ച് നിൽക്കുന്നത്? നിന്നോട് അങ്ങ് അകത്തോട്ടേക്ക് ചെല്ലാനാ പറഞ്ഞത്. അതല്ല കുഞ്ഞാറ്റെ, ഇവിടൊക്കെ ബലൂണുകളൊക്കെ കാണുന്നു. ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ആരുടെ പണിയാ? ഓ അതോ, ഇതൊക്കെ ഞാൻ ചെയ്തതാ. ഇത് ഞാൻ വെറുതെ ആ ഷെൽഫിൽ നിന്ന് 2-3 ബലൂണ് കെട്ടി അപ്പം അതെടുത്ത് വീർപ്പിച്ച് അവിടെ വെച്ചു. പിന്നെ ആ ഷെൽഫിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ലൈറ്റുകളും, അതും അവിടെ തൂക്കി. അതുകൊണ്ട് അതിനെന്താ? ഓ, അപ്പൊ നിന്റെ പണിയായിരുന്നു ഇതൊക്കെ? അതെ അതെ. ഛേ, ഞാൻ വെറുതെ ആശിച്ചു. ഞാൻ വിചാരിച്ചു എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതായിരിക്കുമെന്ന്. പാവം പൊട്ടി പെണ്ണ്. ഹാപ്പി ബർത്ത്ഡേ മോളൂസേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവേ. എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചതാണോ ഇതൊക്കെ? ഹായ്, ഈ റൂം എന്ത് ഭംഗിയിലാ ഡെക്കറേറ്റ് ചെയ്തത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നിറയെ ബലൂണുകളും കേക്കുകളും ഒക്കെ ഉണ്ടല്ലോ. എടാ ഉസ്മാനെ, പിങ്കി മോളെ, നിങ്ങളുമുണ്ടോ? അമ്മ, ഇതൊക്കെ എന്താ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ചെയ്തതാണ്. ഒരു കുഞ്ഞു സർപ്രൈസ് പാർട്ടി. എന്താ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? സൂപ്പർ ആയിട്ടുണ്ടമ്മ. ഈ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തതേ നിന്റെ ചേച്ചിയാണ്. എടി കുഞ്ഞാറ്റെ, നീയാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ അല്ലാതെ നിന്റെ ബർത്ത്ഡേ വന്നാൽ ഞങ്ങൾ ആഘോഷിക്കാതിരിക്കുമോടി? നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നിന്റെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ ആഘോഷിക്കില്ല എന്ന്. അതെ അതെ, എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ നിനക്ക് സങ്കടമാകുമെന്ന്. താങ്ക് യു ചേച്ചി. നോക്കി നിൽക്കാതെ ഇനി വേഗം ആ കേക്ക് അങ്ങ് കട്ട് ചെയ്തോ. ഇവിടെ ഒരു കൊതിയ നിന്റെ കേക്കും കാത്തു നിൽക്കുകയാണ്. അല്ല പിന്നെ വേഗം അങ്ങ് കട്ട് ചെയ്തോടേണ്ടി ഇവളെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവ, ഹാപ്പി ബർത്ത്ഡേ മോളൂസേ.